രാഹുലിന് ഡേറ്റിംഗ് ആപ്പുകൾ ഏതെങ്കിലും യൂസ് ചെയ്ത് ശീലമുണ്ടോ? അതെ, കുറെ നാളായിട്ട് കുറെ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ടിൻഡർ, ബംബിള്, ഒരു ഗുണവും ഇല്ല. പറ്റിക്കപ്പെടുകയാണ്. ഞാൻ ഇതുവരെ ഒരു പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു മാച്ച് ഇതുവരെ വന്നിട്ടില്ല. പൈസ കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അപ്പൊ ഡേറ്റിംഗ് ആപ്പുകൾ എന്തിനാ ഡൗൺലോഡ് ചെയ്തത്? വെറുതെ ഒരു ക്യൂരിയോസിറ്റി. എല്ലാരും പറയുമല്ലോ ഡേറ്റിംഗ് ആപ്പുകൾ എന്തൊക്കെയോ അതിനകത്ത് ഉണ്ട് എന്ന്. അത് കണ്ടെത്താൻ വേണ്ടി ചെന്നതാണ്. പക്ഷെ ഡേറ്റിംഗ് ആപ്പിനകത്തൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അരിയുണ്ട്, ടിൻഡർ ഉണ്ട്, ബംബിളുണ്ട്, കുറെ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, എല്ലാത്തിലും പൈസയാണ് മെയിൻ. അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം, പെൺകുട്ടികൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ ഫ്രീ ആണ്. ആൺപിള്ളേരുടെ കേസ് വരുമ്പോഴാണ് വിവേചനമുണ്ടെന്നൊക്കെ. ഇവരുടെ എല്ലാം വിഷയം അതാണ്. പെൺപിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാം, പക്ഷെ ആൺപിള്ളേർ യൂസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അത് നമ്മൾ എന്താ പറയാ, പെൺകുട്ടികൾ ഇതിലുണ്ടെങ്കിലാണല്ലോ ആൺകുട്ടികൾ ഇതിലുണ്ടാകുള്ളൂ. അതെ, അതാണ് അതിന്റെ മെയിൻ സാധനം. സോ പെൺപിള്ളേരുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ അനിവാര്യതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് എത്രത്തോളം ഫ്രീ ആയി അല്ലെങ്കിൽ സെക്യൂർ ആയി അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ആണുങ്ങളുടെ ആവശ്യമാണ് ആക്ച്വലി നമ്മൾ സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം പെൺകുട്ടികളുടെ ആവശ്യം തന്നെയാണ്. അല്ല, ഞങ്ങളെപ്പോലുള്ള സിംഗിൾസ് ഒക്കെ പിന്നെ എന്ത് ചെയ്യും? എല്ലാരും മിങ്കിളാവുന്ന കാലത്ത് ഞങ്ങളെപ്പോലുള്ള സിംഗിൾസ് മാത്രമാണ് ഡേറ്റിംഗ് ആപ്പിൽ ഉള്ളത് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ, കൂടുതൽ ആളുകളുള്ള ആളുകളായിട്ട് സോഷ്യലൈസ് ആവുക, എല്ലാരും അറിയപ്പെടുന്ന ഒരാളാകുക എന്നൊക്കെ ഉള്ളൊരു ഇത് കാണുമല്ലോ. പൊതുവെ ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് ആളുകളോട് സംസാരിക്കാനുള്ള മടി മാറ്റാൻ ഈ ഡേറ്റിംഗ് ആപ്പുകൾ സഹായിക്കും. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇവരുടെ പരസ്യങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനുള്ളിൽ നടക്കുന്നത് എത്രത്തോളം ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപാണ് ടിൻഡർ എന്ന് പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതിൽ ഞാൻ സംസാരിച്ച സമയത്ത് രാഹുൽ പറഞ്ഞ പോലെ എനിക്കത് ഫ്രീ ആയിരുന്നു. എനിക്കറിയില്ല, ആൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. ആ സമയത്ത് എനിക്കൊരു 100 മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 80% മെസ്സേജുകളും നോർമലി സംസാരിക്കാൻ വന്നവരല്ല. അവരെല്ലാവരുടെയും ഇന്റൻഷൻ എന്ന് പറയുന്നത് വേറെ എന്തൊരു ഇന്റൻഷനാണ്. ആ ഡേറ്റിംഗ് ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്തിട്ടില്ല അതിൽ. എൻ്റെ ഒരു ഫേക്ക് പേര് വെച്ചിട്ടാണ് ഞാൻ ആ അക്കൗണ്ട് തുടങ്ങി വെക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യമായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. എനിക്കതിൻ്റെ സേഫ്റ്റി അറിയില്ല, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ എല്ലാവരും ഇത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഒന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഫോട്ടോയും ഇല്ല. പക്ഷെ മിനിമം 2 ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യണം. ആ 2 ഫോട്ടോ എന്ന് പറയുന്നത് ഗൂഗിളിൽ നിന്ന് എടുത്ത പൂവിന്റെയും പൂച്ചയുടെയും 2 ഫോട്ടോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് വന്ന മെസ്സേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 10-50 മെസ്സേജോളം ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്തത് 2 ദിവസമാണ്. ഈ 2 ദിവസത്തിനുള്ള ഒരു 50 പേരിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതില് തുടക്കത്തിലേ വന്ന് ഇതാണോ ഉദ്ദേശം, സെക്സ് ആണോ ഉദ്ദേശം എന്ന് ചോദിക്കുന്നവരെ ഞാൻ കണ്ടു. കുറച്ചു പേര് എന്തിനാ ഇതിൽ വന്നേ, പിന്നെ മറ്റേ എന്താ ഇട്ടിരിക്കുന്നത് എന്നുള്ള സെറ്റപ്പിൽ വരുന്നു പോകുന്ന കുറച്ചു പേരുണ്ട്. വേറെ കുറച്ചു പേരുണ്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. എല്ലാം ഓപ്പണായി സംസാരിക്കുവോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അങ്ങനെ ചോദിച്ചു വരുന്ന ഒരു പറ്റ മനുഷ്യരുണ്ട്. പിന്നെ കാഷ്വലി സംസാരിക്കുന്നവരുണ്ട്, വളരെ കാഷ്വലി സംസാരിക്കുന്ന, എന്താ പറയാ, ജനറലി സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന, ട്രാവലിനെ കുറിച്ച് സംസാരിക്കുന്ന, അങ്ങനെ കുറച്ച് പേരെ ഞാൻ പരിചയപ്പെട്ടു. ഈ 2 ദിവസം, വെറും 2 ദിവസം ഞാനത് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു പെൺകുട്ടിയാണെന്നുള്ളതിൽ അവർക്ക് എന്താണ് ഉറപ്പ്? അതിലൊരു ഉറപ്പുമില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ അക്കൗണ്ടുകളിൽ പകുതിയും എന്ന് പറയുന്നത് വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഫോട്ടോസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ID കൊടുത്ത അക്കൗണ്ടുകൾ വരെയുണ്ട്. അപ്പോൾ ഞാനൊരു പെണ്ണാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അത്രത്തോളം ഉറപ്പില്ല. കാരണം എൻ്റെ പ്രൊഫൈൽ ഐഡന്റിറ്റിയിൽ ഞാൻ ഫീമെയിൽ നിന്ന് കൊടുത്തതല്ലാതെ വേറൊരു രീതിയിലും ഞാൻ അത് പറഞ്ഞു വെച്ചിട്ടില്ല. എന്നിട്ടും ഇത്രത്തോളം പേര് അതിലേക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ്. ഒരു ഫോട്ടോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവരെങ്ങനെ അതിലേക്ക് അട്രാക്ട്, ഞാൻ ഒരുപാട് ചിന്തിച്ചു. എന്തുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഇങ്ങനൊരു ഇത് വരുന്നത്, എന്തുകൊണ്ടായിരിക്കാം? പിന്നെ വേറൊരു പോയിന്റ്, ഈ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാണെങ്കിൽ ഈ പെണ്ണുങ്ങളോട് സംസാരിച്ചാൽ മാത്രമാണോ ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ മാറുന്നത്? ഒരിക്കലും. പക്ഷെ ഈ ടിൻഡറും ബംബിളും ഒക്കെ പൊതുവെ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പെണ്ണാണെങ്കിൽ ആണുങ്ങളെ മാത്രമാണ് മാച്ചസ് ആയിട്ട് കാണിക്കുക. അല്ല, ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനകത്ത് വരുന്ന ഭൂരിഭാഗവും ഫേക്ക് ആണ്. ഒന്നെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന AI മോഡലായിട്ടുള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളുമാണ്. കാരണം ഇവർക്ക് ആദ്യം ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത്, ഇപ്പം ബംബിളും ടിൻഡറും ഒക്കെ ആണെങ്കിൽ കുറെ കൂടെ ആളുകളിലേക്ക് എസ്റ്റാബ്ലിഷ് ആയ ആപ്ലിക്കേഷനാണ്. അല്ലാത്ത ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും വരുന്ന ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ ആള് കാണത്തില്ല. ഒരു കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന
ഈ ടെലികോളേഴ്സിന്റെ ഒക്കെ പോലെ ടെലിമെസ്സേജിങ് ഒക്കെ ആയിരിക്കും. അതെ, കമ്പനി തന്നെ കൊടുക്കുന്ന ഫോട്ടോകളും അവരുടെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും ആയിരിക്കും. ഇതിനകത്ത് ഏറ്റവും നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ബ്രീച്ചിങ് ആണ്. ഡാറ്റ ബ്രീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ, നമ്മുടെ ഡാറ്റ, ഈ ഡാറ്റകൾ അവർക്ക് ഈ കമ്പനികൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഡാറ്റ ബ്രീച്ച് ആയി പോകുന്നുണ്ട്. കാരണം അതിനകത്ത് എല്ലാം നമ്മുടെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കൂടുതൽ ആളുകൾ കൊടുക്കും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും, നമ്മുടെ പേര് കൊടുക്കും, നമ്മുടെ അഡ്രസ്സ്, നമ്മളെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം ഇത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയം എല്ലാം ഈ ഡാറ്റകൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഡാറ്റകൾ കൃത്യമായിട്ട് ബ്രീച്ച് ആയി പോകുന്നുണ്ട്. ഇവരെ മറ്റുള്ള കമ്പനികൾക്ക് ഈ ഡാറ്റകൾ വലിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന ആളുകളിലേക്ക് കൂടുതലും പറ്റിക്കപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പം ശില്പ തന്നെ പറഞ്ഞ പോലെ ശില്പയുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകൾ, അത് ശില്പ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാം ID വരെ കൊടുക്കുന്ന ആളുകളുണ്ടെന്ന്. അപ്പം ശില്പയ്ക്ക് 50 മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തവർക്ക് എത്ര മെസ്സേജ് വന്നു കാണും? ഒരു ദിവസം വരുന്ന ഒരു 1000-500 മെസ്സേജുകളായിരിക്കും. ഈ 1000 മെസ്സേജുകൾക്ക് അവർ റിപ്ലൈ കൊടുക്കണേ, അവർ കൃത്യമായിട്ട് ID കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകത്തില്ലേ? ഉണ്ടാവേണ്ടതാണ്. അതെ, ഒന്നെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടാക്കാൻ വേണ്ടി അവർ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ചെല്ലുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുമ്പോൾ അത് ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിലർ കസ്റ്റമർ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്ന ഇതിലോട്ട് പോകും. അങ്ങനെ പല രീതിയിലായിരിക്കും ഇത് പോകുന്നത്. ഈ ഒരു സർക്കിൾ വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കൊന്ന് കൂടുതലും പെൺകുട്ടികളാണ് ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആപ്പ് വരെ, ആ ഫ്രണ്ട് ആപ്പിൽ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് തന്നെ എനിക്കൊരു ആഡ് വന്നതാണ്, നീ അതിൽ ഫ്രണ്ട് ആപ്പിൽ കയറും, നിനക്ക് ആളുകൾ ഗിഫ്റ്റ് തരുന്ന പൈസ നിനക്ക് കോളേജിലെ സൈഡ് മണി ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അവർ കൊടുക്കുന്ന ആടാണ് ഇത്. കോളേജിൽ ഫീസ് അടയ്ക്കാൻ കാശില്ല, ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യൂ, അതിൽ നിന്ന് ആളുകൾ തരുന്ന ഗിഫ്റ്റ് മണി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രത്തോളം അത് അതിൽ ഏറ്റവും വലിയ കോമഡി അല്ല, ഒരു വിനോദാഭാസം പോലെയുള്ളതാണ്. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവര് എന്താ പറയാ, കോളേജിൽ ഫീസ് അടയ്ക്കാം എന്ന് പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാമ്പത്തിക ലാഭം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അവരെ കണ്ടന്റ് നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ചരിത്രം നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടെന്ന്. പക്ഷെ ഈ ആണുങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പോ രാഹുൽ പറഞ്ഞു, രാഹുൽ പെയ്ഡ് ആയിട്ട് രാഹുൽ യൂസ് ചെയ്തിട്ട്, പക്ഷെ ഈ പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് സംസാരിക്കും, എനിക്ക് തോന്നുന്നു 9 രൂപയോ മറ്റോ വേണം ഒരു ആൺകുട്ടിക്ക് ഈ ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യാനുള്ള മിനിമം പൈസയായിട്ട്. 9 രൂപയാണ്. ഞാൻ ഒരു ആഡിൽ കണ്ടതാണ്, എനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്നവരോട് ക്ഷമിക്കണം. ഞാൻ ഈ 9 രൂപയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് റീസെന്റ് ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവിടെ ഒരാളോട് സംസാരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി അതൊരു സെക്സ് ടോക്ക് രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അത് ഇയാൾ പറയുകയാണ് അത്രേ, ഈ 10-22,000 രൂപയായി ഞാൻ ഇതിൽ മുടക്കുന്നു, ഇതുവരെയായിട്ടും ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. ആലോചിച്ചു, 10-22,000 രൂപ, എത്രയോ പേരുടെ സാലറി ആണത്. അതെ, നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഡോപ്പമിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ ഒരാളുമായിട്ട് നമുക്കൊരു സംസാരം കിട്ടി, അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദവും സന്തോഷമാണ്. അയ്യോ, എനിക്ക് ഇപ്പം ഞാൻ തന്നെ കൂടുതലും ചുമ്മാ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നോക്കുമായിരുന്നു. ഇപ്പം ഞാൻ പിന്നീട് നോക്കാറില്ല. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട് പറഞ്ഞെടുത്ത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്താണ്. അതിൽ കുറേ ആളുകളുടെ ഫോട്ടോ ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം, നമ്മളെ മാച്ച് ആവണമെങ്കിൽ അവർ തിരിച്ച് ലൈക്ക് ചെയ്യും, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. പക്ഷേ ഇതിന് അവർ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്പോട്ട് ലൈറ്റ് കിട്ടും. ആ സ്പോട്ട് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആളുകളിലേക്ക് നമ്മുടെ ഫോട്ടോ എത്തും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ആളുകളെ മാച്ച് ആവുന്നത്. പക്ഷേ ഈ എത്രത്തോളം ഇത് അത്രയും കാശ് പോകുമ്പോൾ, നമ്മൾ ആദ്യത്തെ ദിവസം 50 രൂപ കൊടുത്ത് 2-3 പേരിലോട്ട് എത്തി, അത് അവർ മിക്കവാറും കൊടുക്കും. ഈ ബൈനറി ആപ്പുകളുണ്ട്, അതായത് ട്രേഡിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ബൈനറി ആപ്പുകളുണ്ട്. ഇതുകൂട്ട് ആദ്യമേ നമ്മൾ പൈസ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഈ കളർ ഗ്രേഡ് വെച്ച് കളിക്കുക, ഒരുപാട് ആടുകളൊക്കെ നമ്മൾ കാണത്തില്ല. അപ്പോൾ ആദ്യമേയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പൈസ കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെ. ആദ്യമേ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 1-2 മാച്ചൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ചിലവാക്കാൻ വേണ്ടി നമ്മുടെ സൈക്കോളജി ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യും. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഡാറ്റ അനാലിസിസ് ചെയ്യും. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് പറ്റിയ ആളുകളുടെ ഫോട്ടോകൾ നമ്മുടെ ഫീൽഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മൈൻഡ് എന്താ പറയുക, പൈസ കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ആരുമായിട്ടെങ്കിലും ചാറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മൈൻഡ് സെറ്റ് പറ്റിയ ഒരാളെ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ആ കമ്പനി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ചൂസ് ഓഫ് സെറ്റർ ഓഫ് ആൾക്കാർ ചെയ്യുന്നൊരു ട്രാപ്പായിരിക്കാം, പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അത് വലിയൊരു പോസിബിലിറ്റി ആണ് എന്നുള്ളതാണ്. കാരണം
നമുക്കിപ്പോ എയുടെ കാലത്ത് ഇപ്പൊ രാഹുൽ പറഞ്ഞതിന്റെ പോസിബിലിറ്റീസ് ഉണ്ടാക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് ഈ പൈസ കൊടുക്കുന്ന ഈ ആൺവർഗത്തെ കുറിച്ചിട്ടാണ്. ഈ പൊതുവെ ഞാൻ ആണുങ്ങളെ തെറ്റു പറയുകയല്ല, പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വട്ടം പറ്റിക്കപ്പെടുന്നത് നമുക്ക് ഓക്കെയാണ്. ഒരു വട്ടം ചാടിയ ചൂടുവെള്ളത്തിൽ പൂച്ച വീണ്ടും ചാടില്ലെന്നാണ്. പക്ഷെ ആൺകുട്ടികളെ സംബന്ധിച്ച് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം ഇത്തരം ആപ്പുകളിൽ നമുക്കറിയാം പൈസ കൊടുത്തിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്ത് കാര്യമുണ്ടായാലും അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ വീണ്ടും പൈസ കൊടുക്കുകയാണ്. എത്രയോ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പൈസകളാണ്, അല്ലെങ്കിൽ എത്രയോ സേവിങ്സ് ആയി പോകാവുന്ന പൈസകളാണ് ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ, അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ആപ്പുകളിലൊക്കെ ആളുകൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവര് അറിയുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. ഇവർക്ക് ചിലപ്പോൾ ഒരു 20 രൂപയാകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, 20 രൂപയല്ല ഉള്ളൂ, ആദ്യം ട്രൈ ചെയ്ത് നോക്കാന്നറിയാം. അപ്പൊ ആദ്യത്തെ തൊട്ട് 20 രൂപ കൊടുത്ത് ഇവര് നോക്കുമ്പോൾ 1-2 മാച്ച് കിട്ടുന്നു. അവർക്ക് മാച്ചിങ് അല്ലേ വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു, അപ്പോൾ അവർ വീണ്ടും 20 രൂപ മുടക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഡോപ്പമിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇതിനു വേണ്ടി കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പൈസ പിന്നെ നോക്കത്തില്ല. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചുള്ള നമ്മുടെ സൈക്കോളജി അതാണ്. അപ്പോൾ നമ്മളൊരു ബെറ്റ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു വട്ടം പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ കളം കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ 10 രൂപ കഴിഞ്ഞ് 20 രൂപ കിട്ടും. നമ്മൾ ആദ്യമേ വെച്ചു, നമുക്ക് 10 രൂപ കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ ചിലപ്പോൾ അത് തീരുന്നിടം വരെ നമ്മൾ കളിക്കും. ആ രീതിയാണ് ഈ ഫ്രണ്ട്സ് ആപ്പ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടാറ്റിക്സ്. അവരുടെ ഡാറ്റ ബ്രീച്ചിങ്ങും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൂടുതൽ യൂസ് ചെയ്യുക, നമ്മളിൽ നിന്ന് എത്രത്തോളം പൈസ അവർക്ക് കണ്ടെത്താൻ കഴിയുമോ അതിനനുസരിച്ചുള്ള ഓഫറുകൾ നമുക്ക് ഇട്ടുതരും. ഇവർ എന്തായാലും നമ്മുടെ ഫോണുകളെല്ലാം എല്ലാ ആപ്ലിക്കേഷനും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? കാരണം നമ്മൾ പലപ്പോഴും ഒരു ആഡിനകത്ത് സംസാരിക്കാൻ, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു വാച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആഡ് വരും. അപ്പൊ ഇത് തന്നെ നമ്മുടെ ഫോൺ എല്ലാ ആപ്പുകളും, നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പുകളും നമ്മുടെ ഫോണിൽ ഡാറ്റകൾ ചോർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്താണ് ആരെങ്കിലുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണാൻ നമുക്ക് എപ്പോഴാണ് ആഗ്രഹം വരുന്നത്, ഇതെല്ലാം ഇതിന് കൃത്യമായിട്ട് അറിയാം ഈ ആപ്ലിക്കേഷനുകൾക്ക്. ആ സമയത്തായിരിക്കും ഇവർ ഈ ഓഫറുകൾ ഇടുന്നത്. അല്ലെങ്കിൽ പൈസ കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന അതേ ഫോട്ടോ ഉള്ള ഒരാളെ കിട്ടുന്നു. എനിക്കിപ്പോൾ ഒരാളോട് സംസാരിക്കണം, ഒരാളുടെ ഫോട്ടോ കണ്ടു, എനിക്ക് അവരോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നൊരു ആഗ്രഹം വരുക. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഓഫറിന് നമുക്ക് ഇട്ട് തരും. ഓഫർ വരുമ്പോൾ 500 രൂപയുടെ ഓഫർ 20 രൂപയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ 20 രൂപ അല്ലേ, ചെറിയ പൈസയല്ലേ. ഈ ചെറിയ പൈസ നോക്കി നമ്മൾ കൊടുക്കുന്ന പൈസ വലുതായിരിക്കും. ഇത് കുറേ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല, വെറുതെ ഇത്രയും പൈസ നമ്മൾ കൊണ്ടു കളഞ്ഞു നമ്മൾ പിന്നീട്. അതെ, എന്തായാലും ഇനിയും ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കട്ടെ, പൈസകൾ മറ്റു വല്ല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് രക്ഷപ്പെടട്ടെ എന്നതാണ്.